എം.ടിക്ക് സ്മരണാഞ്ജലി ഒരുക്കി ഗ്രന്ഥശാല പ്രവർത്തകർ. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ച് വേറിട്ട അനുസ്മരണമാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചത്. ലാലാജി ഗ്രന്ഥശാല ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം.ടി. വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചുകൊണ്ടാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വേറിട്ട അനുസ്മരണം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയിലായിരുന്നു അനുസ്മരണം. എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. എം.ഡിയുടെ രണ്ടാം മൂലം, മഞ്ഞ, വാരണാസി, വാരിക്കുഴി, അസുരവിത്ത്, നാലുകെട്ട് തുടങ്ങിയ കൃതികളുടെ പ്രസക്ത ഭാഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അനുസ്മരണം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി. വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഈ എം.ടി. സ്മൃതി കേവല പ്രസംഗങ്ങളല്ല, എന്തിൽ ദീർഘിപ്പിച്ചു പോയെന്ന് ക്ഷമിക്കുക. എം.ടിയെ വായിക്കുകയാണ്. എം.ടിയുടെ വ്യത്യസ്തമായ വായനകൾ, ആ വായന നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മറ്റ് ഔപചാരികതകളും സ്വാഗതങ്ങളും അധ്യക്ഷ ഭാഷണവും ഒന്നും തന്നെ ഇല്ലാത്ത എം.ടി. വായനയിലേക്ക് പുതിയ കാലത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്ന ഇതായിരിക്കും. എം.ടിയുടെ ഏറ്റവും വളരെ 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 കുറഞ്ഞ വർത്തമാനം പറയുന്ന ഒരാൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ശരീരം ദീപനാടങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആ നാടിനൊക്കെ എത്രയോ അകലെ ഇന്ന് തെക്ക് ഒരു നാട്ടിൽ ഇന്ത്യയെ വായിക്കാൻ കുറെ ആളുകൾ ഒത്തുചേരുന്നു എന്നതായിരിക്കും എം.ടിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച തിലോദകം എന്ന് മാത്രം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി.പി. ജയപ്രകാശ് മേനോൻ, ജെ.ആർ. മീര, വിമൽ റോയി, എസ്.ജി. ഗംഗ, രമ്യാലക്ഷ്മി, സുമൻജിത്ത് മിഷ എന്നിവർ വിവിധ കൃതികൾ അവതരിപ്പിച്ചു. ആർ. രവീന്ദ്രൻപിള്ള അവതരണങ്ങൾ ക്രോഡീകരിച്ചു. തുടർന്ന് ദീപങ്ങൾ തെളിച്ച് എം.ടി. തയ്യാറാക്കിയ ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ അവസാനിച്ചത്. ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ സജീവ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.